സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് കുക്കിങ്ങും കുറച്ച് വ്ളോഗൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് കൊഴുവ എന്ന് പറഞ്ഞ മീനാണ് കേട്ടോ. സൂചിക്കൊഴുവ എന്നൊക്കെ പറയും. ചെറിയ ചെറിയ മീനുകളാണ്. അത് ശരിക്കും പറഞ്ഞാൽ തലയൊന്നും കളയാനില്ല. പക്ഷെ ഞാൻ തലയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരു തൃപ്തി തോന്നിയില്ല. അപ്പം ഞാൻ തലയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇപ്പം ഇതാ ഇതുപോലെ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കഞ്ഞിവെള്ളത്തിലേക്കാണ്. ഇങ്ങനെയുള്ള ഈ സൂചിക്കൊഴുവൊക്കെ ഈ സമയത്ത് ഭയങ്കര നെയ്യായിരിക്കും. നമ്മൾ എത്ര ഉപ്പിട്ട് കഴുകിയാലും ആ നെയ്യൊന്നും പോകില്ല. അപ്പോൾ ഒരു ക്ലീൻ ആവാത്ത പോലെ നമുക്ക് തോന്നും. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ലൈറ്റായിട്ടുള്ള നേരെ ചൂടുവെള്ളം എടുക്കുക. അതായത് കഞ്ഞിവെള്ളത്തിന് നേരെ ചൂടാട്ടോ പാടുള്ളൂ. ഞാൻ പ്രത്യേകിച്ച് പറയാണ്, നല്ല ചൂടുള്ള വെള്ളത്തിലൊന്നും ഇത് കൊണ്ടുപോയി ഇട്ടേക്കരുത്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കൈകൊണ്ട് കാണിച്ചിട്ട് നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ വെള്ളം കളഞ്ഞ് വെക്കുകയാണെങ്കിൽ മീൻ നല്ലവണ്ണം ക്ലീനായി കിട്ടുകയും ചെയ്യും. ആ മീനിൻ്റെ മണവും സ്മെല്ലെല്ലാം പോയി കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് നോർമൽ വാട്ടറൊക്കെ ഇട്ട് ഉപയോഗിച്ച് നമുക്ക് ശരിക്കും ഒന്ന് കഴുകി ക്ലീനാക്കി എടുക്കുക. അപ്പം നമ്മൾ ആദ്യം ഒന്ന് ഉപ്പിട്ടിട്ട് ഒന്ന് ഇങ്ങനെ പതുക്കെ കഴുകി കൊടുക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഒരുപാട് നേരം കഴുകണ്ട. എന്നുവെച്ചാൽ ഈ ഒരു കൊഴുവെന്ന് പറഞ്ഞാൽ അത്രയും ചെറുതാണ്. അപ്പോൾ ഒരുപാട് കഴുകിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഉടഞ്ഞു പോകും. എന്നിട്ട് നമുക്ക് മസാലയൊക്കെ പുരട്ടി എടുക്കുക. അതായത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും എല്ലാം ചേർത്ത് നമ്മൾ കറിവേപ്പിലയും എല്ലാം ഇട്ടിട്ട് ഇതിലേക്ക് വെളുത്തുള്ളി ഒന്നും ചതച്ചിടുന്നില്ല കേട്ടോ. അതിന് വേറൊരു കാരണമുണ്ട്. അപ്പോൾ ഇത് മാത്രം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് വെക്കാണ്. വെച്ചതിന് ശേഷം പാനിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു മീൻ ധാരാളമായിട്ട് കിട്ടുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റാണ് ഈ ഒരു മീൻ. ശരീരത്തിനും കുട്ടികൾക്കൊക്കെ വളരെ നല്ലൊരു മീനും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് സാധാരണ നമ്മൾ പൊരിച്ചെടുക്കുന്നത് പോലെ ഇപ്പോൾ ഞാൻ പൊരിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഒരു സൈഡൊക്കെ മുരിഞ്ഞൊക്കെ വരുമ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടതുപോലെ എടുക്കുക. അതുപോലെ നല്ല ഫ്രൈ ആയിട്ട് കിട്ടണം. കാരണം ഈ ഒരു മീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ നല്ല ഫ്രൈ ആയിട്ട് കിട്ടിയാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ല എങ്കിൽ ഇങ്ങനെ നമ്മൾ ശരിക്കും മുറുകാതെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഒരുവിധം നല്ലവണ്ണം ഫ്രൈ ആയിട്ട് കിട്ടാം. എൻ്റെ ഇതുപോലെ നല്ലവണ്ണം ഒരുവിധം ഫ്രൈ ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇത്ര തന്നെ മതിയാവും. ഇപ്പം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് സവാള വളരെയധികം നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അത് നമ്മൾ പൊരിച്ച ആ ചട്ടിയിലേക്ക് ഈ സവാള ഇട്ട് കൊടുക്കുകയാണ്. വളരെ നൈസായിട്ട് അരിഞ്ഞതിന് ശേഷം കുറച്ച് സവാള കൂടുതൽ എടുക്കുക കേട്ടോ. കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് നമുക്ക് ഈ ചട്ടിയിലേക്ക് തന്നെ ഈ മീൻ വറുത്ത ചട്ടിയിലേക്ക് തന്നെ ഇതിട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ശരിക്കും നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കുക. ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ മീൻ വറുത്തപ്പോൾ ഉള്ള ഉപ്പ് തന്നെ മതിയാവും. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വരട്ടിയെടുക്കുക. അതിപ്പം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് ഇത് മാത്രം മതി ചോറുണ്ണാനായിട്ട്. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് വാടിയൊക്കെ വന്നപ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത മുളകില്ലേ, ചതച്ച മുളക്, ആ ചതച്ച മുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൊരിച്ചൊക്കെ എടുക്കുക. നമ്മൾ ഉള്ളി മുളകും ചതച്ചെടുക്കൂലേ, ആ ഒരു മെത്തേഡിൽ കിട്ടണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് വെളുത്തുള്ളി വേണ്ട എന്ന്. ഇതിൽ വെളുത്തുള്ളി വന്നു കഴിഞ്ഞാൽ അത് ആ ഒരു ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ മീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പില നല്ലവണ്ണം ഇടണം കേട്ടോ. കറിവേപ്പില നല്ലവണ്ണം ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ എറണാകുളത്ത് കടവന്ത്ര ആ ഭാഗത്തൊക്കെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ തന്നെ സീ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ്. അവിടെയൊക്കെ ഇതൊരു പ്രധാന ഒരു കഥാപാത്രം തന്നെയാണ് ആ ഹോട്ടലിൽ. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു സാധനം. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഈസി അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ആ മീൻ വറുത്തത്, കൊഴുവ വറുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നല്ലവണ്ണം മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പോൾ ഇത് നീളത്തിൽ തന്നെ എടുക്കണമെന്ന് പറഞ്ഞാൽ കൊഴുവയുടെ അത്രയും വലിപ്പം തന്നെയാണ് ഈ സവാളയും വരുള്ളൂ. അപ്പോൾ ഇതിൽ സവാള ഏതാണ് കൊഴുവ ഏതാണെന്ന് മനസ്സിലാവില്ല. അത്രയ്ക്ക് നല്ല ഭംഗിയായിട്ട് കാണാനും നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ ഇങ്ങനെ നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ കഴിക്കുകയാണെങ്കിൽ വളരെയധികം ടേസ്റ്റാണ്. നമുക്കിത് മാത്രം മതിയാവും ചോറുണ്ണാനായിട്ട്. അപ്പോൾ അറിയാത്ത കൂട്ടുകാർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കാം. അത് കഴിഞ്ഞ് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പം
അപ്പം നമ്മുടെ ചതച്ച മുളക് ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിമുളകൊക്കെ ചതച്ചതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. നമ്മൾ ചിക്കൻ ആണെങ്കിലും ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇത് മത്തി അല്ലെങ്കിൽ കൊഴുവ ഇതെല്ലാം ഇങ്ങനെ തന്നെ എടുക്കാം. പിന്നെ ഇന്നത്തെ ദിവസം എനിക്ക് അവിയലായിരുന്നു. അവിയലിന് ഇതാ ഞാൻ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത തേങ്ങയും കുറച്ച് ജീരകവും എല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഉണ്ട് കേട്ടോ, വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്ന് ചിറ്റിച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് ഇളക്കണ്ട, ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ആവിയേറ്റി എടുക്കുക. ആവിയേറ്റിയിട്ട് നമുക്ക് പുളിവെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിക്കണത്, തൈരല്ല. തൈര് ഒഴിച്ചിട്ടുള്ള അവിയലല്ല. അപ്പോൾ അപ്പുറത്ത് എൻ്റെ അടുപ്പിൽ ഇതാ കുടിക്കാനുള്ള വെള്ളമാണിത്. അപ്പോൾ ഈ കുടിക്കാനുള്ള വെള്ളം എന്തിൻ്റെയാണെന്ന് വെച്ചാൽ ബീട്രൂട്ടാണ് കേട്ടോ. ബീട്രൂട്ട് ഒരു കഷ്ണം ചെറുതാക്കി അരിഞ്ഞിട്ടിരിക്കുന്ന വെള്ളമാണ്. അപ്പോൾ ഇത് ബ്ലഡ് ഇല്ലാത്തതിനൊക്കെ നല്ലൊരു പരിഹാരമാണ് കേട്ടോ. ബ്ലഡില്ല, എനിക്കപ്പോൾ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിലൊക്കെ പോയപ്പോൾ ഡോക്ടർ ഒട്ടും ബ്ലഡിൻ്റെ അളവ് വളരെ കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ ബ്ലഡ് ഉണ്ടാവാനായിട്ട് നല്ലൊരു ഇതാണ്. അത് ആവശ്യമുള്ള കൂട്ടുകാർ അങ്ങനെ ചെയ്തു നോക്കാം. പിന്നെ അതുമല്ല കുട്ടികൾക്കാണെങ്കിലും ഒക്കെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം നല്ല ഹെൽത്തിയാണ്. എന്നിട്ട് ഇതാ ആവിയിൽ ഒന്ന് ആവി കൊണ്ട് കഴിയുമ്പോൾ ഒന്ന് ഇളക്കിയൊക്കെ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ തൈര് ചേർക്കുന്നില്ല. തൈര് എൻ്റെ കയ്യിൽ തീർന്നതുകൊണ്ട് തന്നെ ഞാൻ വാളംപുളി പിഴിഞ്ഞ വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. നമുക്ക് രണ്ട് രീതിയിലും അവിയൽ വെക്കാമല്ലോ. അപ്പോൾ എപ്പോഴും നമ്മളുടെ കയ്യിൽ തൈര് ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല. അപ്പോൾ ഇങ്ങനെയും വെക്കാം കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ ഇച്ചിരി വെള്ളം ഉണ്ട് എങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ മൺചട്ടിയിലാണ് നമ്മൾ വെക്കുന്നത് എങ്കിൽ നമ്മൾ കഴിക്കാൻ കുറച്ച് സമയത്തിന് മുമ്പ് ഇത് റെഡിയാക്കി ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അതെല്ലാം നല്ല വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായിട്ട് ഇരുന്നോളും. ഈ മൺചട്ടി നല്ലോണം വെള്ളം കുടിക്കുമല്ലോ. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇതാ അതുപോലെ എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വെളിച്ചെണ്ണയും കൂടി മേളിൽ ഒഴിക്കാവുന്നതാ. പുളിവെള്ളം കണ്ടോ, പുളിവെള്ളം ആട്ടോ ഒഴിക്കണേ. പുളിവെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം വേണ്ട, എനിക്ക് ഇച്ചിരി പുളി കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കേട്ടോ, പുളിവെള്ളം കേട്ടോ അതിലേക്ക് ഒഴിച്ചുള്ളൂ, ബാക്കി ഞാൻ മാറ്റി. അപ്പോൾ ഇങ്ങനെ മൺചട്ടിയിൽ വെക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അതുമല്ല അടുപ്പിൽ വെക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇപ്പം നമുക്ക് അടുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഗ്യാസിൽ തന്നെയാണ് വെക്കൽ. പക്ഷേ ഇങ്ങനെ മൺചട്ടികളൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അവിയലൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് അങ്ങനെ തന്നെ ഇരുന്നൊന്ന് സെറ്റായിക്കോളും. നമുക്ക് മൂടിയൊക്കെ ആയിട്ട് മാറ്റി വെക്കാം. ഇപ്പം ഞാൻ അതാ ചോറ് കഴിക്കാൻ പോവാണ്. ഇന്നത്തെ ഞങ്ങളുടെ ഊണിന് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. കറി അവിയലും നമ്മളുടെ മീൻ ഫ്രൈയും എല്ലാമാണ്. പിന്നെ ഒരുപാട് കറി ഞങ്ങൾക്ക് പിന്നെ ഒരുപാട് ഒഴിച്ച് കറിയൊന്നും വേണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കറികളുണ്ടെങ്കിൽ വളരെ ഇഷ്ടമാണ്. പിന്നെ ഇതാ നമ്മളുടെ കൊഴുവ ഫ്രൈയും ഉണ്ട്. പിന്നെ നമുക്ക് അച്ചാറും ഉണ്ടായിട്ടോ, കടുമാങ്ങ അച്ചാറും ഉണ്ടായി. അപ്പോൾ ആ കടുമാങ്ങ അച്ചാറും ഇതെല്ലാം കൂടി കൂട്ടി അൽഹംദുലില്ലാ അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് അന്നത്തെ ദിവസം വൈകുന്നേരം ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചക്ക ഇതുപോലെ തോരനാക്കിയതാണ്. ചക്ക നല്ല തോരൻ, ഉള്ളി മുളകൊക്കെ ഇങ്ങനെ ചതച്ചിട്ടിട്ടുള്ള തോരനാണ് കേട്ടോ. അപ്പം അതൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചില്ല കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ പുറത്ത് നല്ല മഴയാണ്, പുറത്ത് നല്ല മഴയും. ചക്ക ഇവിടെ ചക്കയില്ല കേട്ടോ, എനിക്കൊരാൾ തന്നതാണ് ഒരു കഷ്ണം. അപ്പം അത് വേഗം ഒലുത്തി എടുത്തതാണ് 4 മണി ചായക്ക്. 4 മണിയൊന്നും ഇല്ല കേട്ടോ, ഇപ്പോൾ സമയം കുറേ ആയി, സമയമൊക്കെ കുറേ ആയി. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷനാണ്. ഇപ്പോൾ നമ്മുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇപ്പോൾ ഈ മഴയൊക്കെ ഇങ്ങനെ പെയ്യുന്നതുകൊണ്ട് തന്നെ കൊതുകിൻ്റെ ശല്യം വളരെയധികം കൂടുതലാണല്ലോ. ഡെങ്കിപ്പനിയും കൂടിയേക്കാണ്.
അപ്പോൾ ഇതാ വൈകുന്നേരം ആകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇച്ചിരി കുന്തിരിക്കുകയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പുകച്ചെടുക്കുകയാണെങ്കിൽ ഒരു പഴയ പാത്രം നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞ പാത്രം ഉണ്ടല്ലോ, അങ്ങനെ ഒരു പാത്രം നമ്മൾ ഇതിനേക്ക് മാറ്റി വെക്കുക. അല്ലെങ്കിൽ ഇത് പുകക്കുന്ന ഒരു ചട്ടി കിട്ടും, അതായാലും മതിയാവും. എന്നിട്ട് ഇതുപോലെ വൈകുന്നേരം 2 ചിരട്ടയൊക്കെ കത്തിച്ച് അതിലേക്ക് കുറച്ച് കുന്തിരിക്കയൊക്കെ ഇട്ടിട്ട് ഒന്ന് പുകച്ചെടുക്കുകയാണെങ്കിൽ നമ്മളുടെ കൊതുകൊക്കെ പോവുകയും ചെയ്യും. വീടിനൊക്കെ നല്ലൊരു ഫ്രഷ് മണമൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ പുക ഉള്ളതുകൊണ്ട് തന്നെ ഇക്കുറു മാറിയിരിക്കുക കേട്ടോ. ഇക്കുറുവിന് അത്ര ഇഷ്ടമല്ല ഈ പുക. അപ്പോൾ പുക വരാത്ത സ്ഥലത്തേക്ക് മാറിയിരിക്കുകയാണ്. പക്ഷേ അവിടെയും പുക ചെല്ലും. ഇപ്പം ഞാനിത് ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ പുക അങ്ങോട്ട് എത്തിയിട്ടില്ല. ഇപ്പോൾ എത്തുമ്പോൾ ഇക്കുറു അവിടെ നിന്ന് ഓടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോക്കുകയാണെങ്കിൽ കൊതുകും പോകൂട്ടോ. നല്ല ഒരു വ്യത്യാസമാട്ടോ കൊതുകിന്. നമ്മൾ എന്തോരം ഓൾ ഔട്ടൊക്കെ കത്തിച്ച് വെച്ചേക്കണം, അതുപോലെ അതേ പുക കൊണ്ട് വീടൊക്കെ നിറഞ്ഞു കേട്ടോ. പുകയുടെ മൊത്തം പുകയാണ്. കൊതുകിനെയൊക്കെ നമുക്ക് പുകച്ച് പുറത്ത് ചാടിക്കാമെന്ന് പറയൂലേ, എന്ന പോലെ ആയിപ്പോയി. അത് ചത്തുപോയിക്കോളും. ഈ പുക നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, കാണുമ്പോൾ നമുക്കിങ്ങനെ ചത്ത് വീഴുന്നത് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ സമയത്തൊക്കെ ഇങ്ങനെ എല്ലാവരും ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അത് പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് മോളുടെ വീഡിയോ കാണാം. നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും